മൃദു എൻ്റെ അടുത്ത് പറഞ്ഞു സഹിച്ച് അടിപൊളിയായിട്ടുണ്ട് ബാറോസ്. ഞാൻ ബാറോസോ മകനേ ഞാനുണ്ടരിക തൊരു കാണ കണ്ണോട്ടമാ. സുഷിനും ഞാനും ആക്ച്വലി ചെറുപ്പത്തിൽ ഇപ്പം മമ്മിൻ്റെ ഡാഡിൻ്റെ വെഡിങ് ആനിവേഴ്സറിക്കൊക്കെ അവൻ എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. ചെറുപ്പം മുതൽ ഡാഡിൻ്റെ ഫ്രണ്ടിൻ്റെ മോനാണ്. എന്നിട്ട് ഞാൻ സ്റ്റുഡിയോൻ്റെ ഉള്ളിൽ കയറി പോകുമ്പം റഹ്മാൻ സാറും ശങ്കർ സാറും ഇരുന്ന് സംസാരിച്ചിട്ട് എന്തോ ചിരിക്കുന്നുണ്ട്. ഞാൻ നേരെ കയറി ഞാൻ ശങ്കർ സാർ പറഞ്ഞു, സാർ എന്നോട് ക്ഷമിക്കണം, എനിക്ക് അറിയില്ലേനു, അതുകൊണ്ടാണ് എണീക്കാത്തത്, പാട്ട് കട്ടേരുത്. Sometimes I wish someone out there would find me. Till then I walk alone. എങ്ങനെയുണ്ട്? സീ ഫുഡ് ആണെന്നുണ്ടെങ്കിലും അതെ, ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള ഫിഷ് കിട്ടും. പിന്നെ ഫുഡ് ഉണ്ടാക്കുന്ന അതൊക്കെ ഉണ്ട്. കണ്ണൂരിലെ കടൽ ഡിഫറെന്റാ. With RJ Rafi. സിംഗർ, മ്യൂസീഷ്യൻ, പെർഫോമർ, ആക്ടർ സൈനോറയാണ് ഇന്നത്തെ സ്റ്റാർ ജാമിലിരിക്കുന്നത്. വെൽക്കം ടു സ്റ്റാർ ജാം. താങ്ക് യു. ബെങ്കി ബെങ്കി ബൂം ബൂം, ബെങ്കി ബെങ്കി ബൂം ബൂം. ബാം ബാം കേറി പോവാന്നല്ല അതിന്റെ അർത്ഥം, വേഗം ഇറങ്ങുന്ന അർത്ഥം. ആക്ടർ ആവാനുള്ള ചാലഞ്ചസ് എന്തൊക്കെയായിരുന്നു സൈനോറയ്ക്ക്? ചാലഞ്ചസ് എടുക്കുന്ന ഇഷ്ടമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതിനു മുമ്പ് ആക്ടർ ആയിട്ടുണ്ട്. ഒരു ജാതകത്തിലെ ആക്ടിങ് ചാലഞ്ചിന്റെ ഒരു വേർഷൻ എന്താ വെച്ചാൽ, എന്നെ ഒരു ഓഫീസ് റൂമിലുള്ള ഷൂട്ടാണ്, ഒറ്റ ദിവസത്തെ ഷൂട്ടാണ്, ഒറ്റ ദിവസത്തെ പരിപാടി തീർന്നു പോയി. വിനീതുമായിട്ടുള്ള കോമ്പിനേഷൻ സീൻസ് ഇല്ല ആക്ച്വലി, ഫോണിലൂടെ സംസാരമൊക്കെ മാത്രം. അപ്പം നേരെ മറിച്ച് വണ്ടർ വിമനിൽ ഞാൻ അഭിനയിച്ച സമയത്ത് അഞ്ജലി ആക്ച്വലി ആദ്യത്തെ 1-2 ദിവസം നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിരുത്തി കുറെ സംഭവങ്ങൾ പറഞ്ഞു തന്ന്. അപ്പൊ അങ്ങനെ നമ്മൾ ആ ഇതിലേക്ക് അങ്ങ് വന്ന്. ഇവിടെ സ്ക്രിപ്റ്റ് ഇങ്ങനെ കയ്യിൽ തരും, എന്നിട്ട് ഒരു 10 മിനിറ്റ് അതിന്റെ സ്റ്റാർട്ട് ആക്ഷൻ കട്ടാണ്. അപ്പൊ ഞാൻ ഒന്ന് പേടിച്ചു, ഞാൻ ഇപ്പൊ പെട്ടെന്ന് ഇത്ര പെട്ടെന്നായോ? ഞാൻ പക്ഷെ എന്തെങ്കിലും കുറച്ച് കൂടുതലൊക്കെ പറഞ്ഞു തരും, ഇങ്ങനെ ഭാവങ്ങൾ വരണം എന്നൊക്കെ കഴിഞ്ഞിട്ടോ. അതെ അതെ, കുറച്ച് ഭാവങ്ങളൊക്കെ കഴിഞ്ഞിട്ട്. നമ്മുടെ ആക്ടിങ് പരിപാടിക്ക് ഞാനുണ്ട് എന്ന് ഓണാക്കി വെച്ചിരിക്കുകയാണോ ആക്ടിങ്, അതോ ഇത് പരിചയമുള്ളവർ വിളിക്കുന്നുണ്ട് പോണേ? ആക്ടിങ് പരിപാടിയൊക്കെ ഓണാണ്, പക്ഷെ എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ മാത്രം ഞാൻ ചെയ്യുള്ളൂ എന്ന് മാത്രം. അങ്ങനെ. അപ്പൊ ഇതില് വിനീത് ശ്രീനിവാസനും പിന്നെ നാട്ടുകാരനാണ് പുള്ളി, കണ്ണൂര്. അങ്ങനെയാണോ ഈ പടം വരുന്ന വഴി? എങ്ങനെ ഓരോന്നിനും ഒരു വഴി ഉണ്ടാവും പറഞ്ഞേക്കാം? പടം വന്ന വഴി സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. ഞാൻ ഭയങ്കര റാൻഡം ആയിട്ടാണ് ഇതിൻ്റെ അകത്തേക്ക് വരുന്നത്. അപ്പൊ ഞാൻ സത്യം പറഞ്ഞ സ്ക്രിപ്റ്റ് വായിച്ചിട്ടില്ല, പക്ഷെ മോഹനേട്ടൻ്റെ പടം ആയതുകൊണ്ട് തന്നെ രാകേഷ് മണ്ടോടിയുടെ സ്ക്രിപ്റ്റും ഒക്കെ ആണല്ലോ. അപ്പൊ അതുകൊണ്ട് എന്തിനാലും ഒരു സ്റ്റാൻഡേർഡ് ഡെഫിനറ്റ്ലി ഉണ്ടാവും എന്നുള്ളൊരു ഇതിലായിരുന്നു ഞാൻ ആക്ച്വലി ജോയിൻ ചെയ്തത്. ഒരുപാട് സ്ക്രിപ്റ്റ്സ് വരുന്നുണ്ടോ സിംഗർ സൈനോരയ്ക്ക്? ഇല്ല, ഇതാദ്യം ഒന്ന് പുറത്തിറങ്ങട്ടെ. വിനീത് ശ്രീനിവാസന്റെ ക്യാരക്ടറിന് കല്യാണം കൊണ്ടുവരുന്ന ആളാണ് തോന്നുന്നു. മാരേജ് ബ്യൂറോ. റിയൽ ലൈഫിൽ ആർക്കെങ്കിലും കല്യാണം കൊണ്ടുവന്നിട്ടുണ്ടോ? ആലോചിച്ചിട്ടൊക്കെ ഉണ്ട്. എന്റെ ഫ്രണ്ട്സിനൊക്കെ ഞാനിങ്ങനെ ഇന്ന ആള് നല്ലതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. റിയൽ ലൈഫില് കുറെ കാലം മുന്നേ അല്ലേ? കുറെ കാലം മുന്നേ. എന്നിട്ട് അത് നടന്നിട്ടില്ല. അപ്പൊ ആക്ച്വലി ഇതിൻ്റെ അകത്ത് വിനീതിനെ ഞാൻ ചീത്ത വിളിക്കുന്ന ഒരു ഷോട്ട് ഉണ്ട്. ഞാൻ ഇവരുടെ അടുത്ത് ചോദിച്ചു, എന്തിനാ നിങ്ങൾ എന്നെ കാസ്റ്റ് ചെയ്തത് എന്ന് വെച്ച്. അപ്പൊ ഇവർക്ക് ബേസിക്കലി കണ്ണൂർ ഭാഷ വേണം, പിന്നെ ദേഷ്യം ഉള്ള ഒരാളും വേണം. പക്ഷെ എനിക്ക് ദേഷ്യം റിയൽ ലൈഫിൽ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. പക്ഷെ മറ്റേ ക്യാമറയുടെ മുന്നിൽ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ട് ദേഷ്യം വരാൻ. അതെ, വിനീത് ശ്രീനിവാസൻ ഇല്ലാതെയാണോ മൂപ്പരെ നോക്കി ചീത്ത വിളിക്കുന്നത്? അതെ അതെ. ശരി, വിനീത് ശ്രീനിവാസൻ ഇല്ല, പക്ഷെ നിങ്ങള് കോംബോ ഷോട്ട്സ് ഇല്ല, നിങ്ങൾ ഭയങ്കര കൂട്ടുകാരായിരുന്നു, ചെറുപ്പം മുതലേ അറിയുന്നവരാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കലോത്സവത്തിന് വിനീത് ശ്രീനിവാസൻ പാടുമ്പോഴേ അറിയാം അത് ശ്രീനിയേട്ടന്റെ മകനാണെന്ന്. ആ സമയം പക്ഷെ എനിക്ക് അവനെ പരിചയമില്ല. പിന്നെ അതിനുശേഷം നമ്മൾ ലൈവ് ഷോസ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് മീറ്റ് ചെയ്തത്. ആ സമയം നമ്മളിങ്ങനെ ദൂരെ നിന്ന് മാറി നോക്കി, നമ്മളെ കണ്ണൂർ ഏരിയയിലൊക്കെ നമ്മൾ അങ്ങനെ പോയി സംസാരിക്കൊന്നുമില്ല. അപ്പൊ അതാ ഓനാ മറ്റേ നമ്മളെ ശ്രീനിയാണെങ്കിലും ഓനാന്നുള്ള കുറച്ച് അങ്ങനെ ആ ഒരു ഇത് എനിക്ക് ഓർമ്മ ഉണ്ട്. പിന്നെ നമ്മൾ ലൈവ് ഷോസ് കുറെ ചെയ്തിട്ടുണ്ട്. നമ്മള് ഞാൻ, ഷാനു, വിനീത്, പിന്നെ സച്ചിനൊക്കെ കൂടി നമ്മൾ 1-2 US ട്രിപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല ഫൺ ട്രിപ്സ് ആയിരുന്നു. അങ്ങനെയാണ് കൂടുതലായിട്ടും വിനീതിനും പരിചയപ്പെട്ടത്. നിങ്ങളുടെ റാപ്പ് എന്താണ് ഇപ്പം നമ്മളെ റാപ്പ് ഇങ്ങനെ നമ്മൾ ഷോസ് ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പം ഷാൻ്റെ ഒരു ഷോ ഉണ്ടായിരുന്നു ഊരെ,
അത് കഴിഞ്ഞു. പിന്നെ പ്രൊമോ ഷൂട്ട്സിനൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ പിന്നെ ഒരു സ്ഥിരമായിട്ടുള്ളൊരു കണക്ഷൻ ഏർപ്പാടില്ല ബേസിക്കലി. ഒരു കണ്ണൂർ റാപ്പ് ഉണ്ടോ? കണ്ണൂർ റാപ്പോ ഡെഫിനറ്റ്ലി, അത് പിന്നെ ജനിച്ച ഒരു സ്ഥലം എന്നുള്ള രീതിയിൽ ഡെഫിനറ്റ്ലി ഉണ്ടാവും. വിനീത് ഭയങ്കര സോഫ്റ്റ് സ്പോക്കണും ഭയങ്കര പാവം ഒക്കെ ആണെങ്കിലും സ്റ്റേജിൽ അവൻ പുലിയാണ്. സ്റ്റേജിൽ വേറെ തന്നെ ഒരു എനർജിയാണ്, ഒരു വേറെ തന്നെ ഒരു വേർഷൻ ഓഫ് വിനീത് ശ്രീനിവാസൻ പുറത്ത് വന്ന് പിന്നെ ഷോ കഴിയുമ്പോഴത്തേക്കും പിന്നെയും വീണ്ടും പഴയതുപോലെ ഒരു സോഫ്റ്റ് സ്പോക്കൺ ആളായി മാറുന്ന പോലെ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷെ ഭയങ്കര ജെന്യുവൻ ആയിട്ടുള്ള ഒരാളാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. വെറുതെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതായിട്ടുള്ള ഒന്നും ചെയ്യില്ല. ഭയങ്കര ജെന്യുവൻ ആയിട്ട് തോന്നുന്നത് പറയും. അങ്ങനത്തെ ഒരു മനുഷ്യനായിട്ട് എനിക്ക്. നിങ്ങളുടെ സ്റ്റേജ് റാപ്പ് എങ്ങനെയാ? സ്റ്റേജ് റാപ്പ് പൊളിയാ. US ട്രിപ്പൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. നമ്മള് മറ്റേ ബത്തവീസതിലും സെനോറീറ്റ ഒക്കെ പെർഫോം ചെയ്തു. ഇവർ 2 പേരും, ഇവർ 3 പേരും പിന്നെ ഞാനും. അങ്ങനത്തെ കുറച്ച് കോമ്പോ ആരാന്നേ. അപ്പൊ നമ്മൾ ഇതിനൊക്കെ ഡ്രസ്സ് മാറ്റി മറ്റേ ബത്തമീസതിലിന് മറ്റേ ക്യാപ്പൊക്കെ വെച്ച് ഡാൻസ് ഒക്കെ കളിച്ചിട്ട് പെർഫോം ചെയ്തു. അയ്യോ അടിപൊളിയായിട്ട് ഡാൻസ് ചെയ്തു. ഓ പിന്നെ വീഡിയോ ഉണ്ടോ? വീഡിയോ തപ്പണം, ഉണ്ടാവണം, എന്തായാലും ഉണ്ടാവും. ഓക്കെ, മ്യൂസിക്കലി നിങ്ങൾ എങ്ങനെയാ കണക്റ്റഡ്? ഇപ്പം ഷോസ് രണ്ടുപേരും കമ്പോസ് ചെയ്യാറുണ്ട്, പാട്ടുകാരാണ്. സ്റ്റേജ് ഷോ അല്ലാതെ നിങ്ങളുടെ മ്യൂസിക്കൽ സംസാരങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടോ? ഇല്ല, നമ്മൾ ഇരിക്കുമ്പോ വെറും എന്തെങ്കിലും ചളു അടിക്കുന്നല്ലാണ്ട് മ്യൂസിക്കൽ സംസാരങ്ങളൊക്കെ ഭയങ്കര കുറവാണ്. ഷാനും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ചളു കുറച്ചും കൂടി കൂടുതൽ മൂർച്ചയിലേക്ക് പോകും. അങ്ങനെ മൂർധന്യാവസ്ഥയിലോട്ട്. ഏടിയാന്നപ്പ പോയി നീ എന്തെന്നാണപ്പ കഴിച്ച് നീ. അത് ഇറങ്ങിയ സമയത്ത് വിനു എന്നെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, വെടി നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ഭയങ്കര ഫണ്ണായിരുന്നു. 27 മില്യൺ ആൾക്കാരാണ് യൂട്യൂബിൽ ആ പാട്ട് ഉണ്ടാക്കുന്നത്. എനിക്കൊന്ന് കപ്പയിലാണോ പാടിയത്? അതെ. കുടുക്കാച്ചി ബിരിയാണി എന്നല്ലേ പറയണേ? കുടുക്കാച്ചി ബിരിയാണി എന്നാ പറയുന്നത്. കിടുക്കാച്ചി എന്ന് എഴുതാൻ ആദ്യം വിചാരിച്ചു, പിന്നെ ഞാൻ വിചാരിച്ചു കിടുക്കാച്ചി എന്ന് പറയുന്നത് ഒരു കോമൺ വേർഡ് അല്ലേ. അപ്പൊ നമ്മള് ബേസിക്കലി എല്ലാ സാധനത്തിനും ഒരു വാവാച്ചി എല്ലാം ഒരു ക്യൂട്ട്നെസ്സിന് വേണ്ടിട്ട്. അപ്പൊ കുടുക്കാച്ചി ബിരിയാണി അത് ചുമ്മാ എന്റെ മനസ്സിൽ വന്നൊരു വേർഡാ. ഞാൻ കുറെ ആലോചിച്ച് കുടുക്കയിൽ വെച്ച് ദമ്മ് വെച്ചുണ്ടാക്കിയ ബിരിയാണി അതിനാ ഞാൻ സ്നേഹത്തോടെ കുടുക്കാച്ചി പേരിട്ടത് മാത്രമേ. ഇങ്ങനെ ബിരിയാണി ടേം കണ്ണൂരിലുണ്ടോ? കണ്ണൂരിൽ ആക്ച്വലി ഇല്ല സത്യം പറഞ്ഞാൽ. ഞാൻ കുടുക്ക ബിരിയാണി കഴിച്ചിട്ടുണ്ട്. അപ്പൊ എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു വേർഡ് വന്നപ്പോ കിടുക്കാച്ചി മാറ്റി എനിക്കൊരു വേറെ എന്തെങ്കിലും അതിനെ എന്താ പറയാ അതുപോലെ റിസംബിൾ ചെയ്യുന്ന ഒരു വേർഡ് ആലോചിച്ചപ്പം കുടുക്ക ബിരിയാണി ഉണ്ടല്ലോ, അപ്പൊ കുടുക്കാച്ചി ബിരിയാണി എന്നുള്ളൊരു ടേമിലേക്ക് എനിക്ക് കിടുക്കാച്ചി വേണ്ട എന്നുള്ളൊരു തോട്ട് പ്രോസസ്സിലാണ് ആക്ച്വലി കുടുക്കാച്ചി വന്നത്. കുടുക്ക ബിരിയാണി എങ്ങനെയാ കഴിക്കാൻ? കുടുക്ക ബിരിയാണി കുടുക്കന്ന് നമ്മൾ പ്ലേറ്റിൽ തട്ടി ആക്ച്വലി കുറച്ചും കൂടി ദമ്മ് ഇതാണല്ലോ. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടാ കഴിച്ചപ്പോ. നമ്മള് ഗിറ്റാറൊക്കെ ആയിട്ടാണ് പോയിന് എന്തെന്നപ്പാ കഴിച്ചിന് കുഞ്ഞാളാൻ്റെ വീട്ടിൽ പോയിട്ട് കൊടുക്കാച്ചി ബിരിയാണി കഴിച്ചിന് ബേങ്കി 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 ബൂം ബൂം ബേങ്കി 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 ബൂം ബേങ്കി 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 ബൂം ബൂം ബേങ്കി 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 ബൂം മുഞ്ചുള്ളോര നാടിത് പയ്യാമ്പലത്തെ കാറ്റിത് മുഞ്ചുള്ളോര നാടിത് പയ്യാമ്പലത്തെ കാറ്റിത് നെഞ്ചകത്ത് നേരുള്ള നാടിത് ചങ്കുതരും ചങ്ങായി മാറിത് തലശ്ശേരി ബിരിയാണിന്റെ ചേലത്. സൂപ്പർ. ഒരു കണ്ണൂർക്കാരെ പറ്റി പാടേണ്ട ഒരു ആന്തമായിട്ട് എനിക്ക് തോന്നിയത്. ഇത് ആക്ച്വലി കണ്ണൂർ ഭാഷയിൽ വരുന്ന ഒരു പടത്തിന് വേണ്ടി ചെയ്തൊരു സോങ് ആണ്. കണ്ണൂർ ഭാഷയിലെ കുറച്ച് കൊളോക്കിയൽ വേർഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് അപ്പോഴാണ് ഈ ബേങ്കി ബൂം എന്ന് പറഞ്ഞ ഒരു ബസ്സിൽ പറയണത്. ബസ്സിന്ന് അധികം ബേങ്കി 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 എന്ന് പറയും. നമ്മളെ കണ്ണൂർ ഏരിയയിൽ അധികവും ബസ് സ്റ്റാൻഡിലെല്ലാം പോകുമ്പോൾ ഭയങ്കര കോമൺ ആയിട്ട് കേൾക്കുന്ന വേർഡാ അത്. ബേങ്കി എന്ന് പറഞ്ഞാൽ വേഗം ഇറങ്ങി അടുത്ത ആൾ കയറട്ടെ എന്നുള്ള രീതിയിൽ. അപ്പൊ ബേങ്കി ബൂം എന്ന് പറഞ്ഞപ്പോ കുറച്ചൊരു വെസ്റ്റേൺ ട്വിസ്റ്റും ഉണ്ട്. കേൾക്കുമ്പോ അങ്ങനത്തെ ഒരു ഫീലുള്ള ഒരു വേർഡ് ആയതുകൊണ്ട് ഞാനിത് റീവിസിറ്റ് ചെയ്തപ്പോഴാണ് ഇതിന്റെ
ഇത്ര ഡീപ്പായിട്ട് ഞാൻ ലിറിക്സ് ഒക്കെ ശ്രദ്ധിച്ചു. എന്റെ എങ്ങനെയാ എഴുതിയ? ഇത് ഞാനും വർക്ക് ചെയ്യുന്നിട്ട് എൻ്റെ ഒരു പ്രൊഡ്യൂസർ ഉണ്ട്. അപ്പം മൂപ്പരും ഗിറ്റാർ വെച്ചിട്ട് ഒരു റിഫ് വായിച്ചപ്പോൾ ഞാൻ മൂളിയ ട്യൂണാണത്. ആദ്യത്തെ ഒരു സ്റ്റാൻസ് ഞാനാണ് എഴുതിയത്. പിന്നെ അതിനുശേഷം ഈ പാട്ട് റിജക്റ്റഡ് ആയ മൂവിയിലെടുത്തിട്ടില്ല. പിന്നെ എപ്പോഴോ നമ്മള് ഒരു ബാൻഡിന്റെ ഒരു ഇതിലൊക്കെ സിനിമയിലെടുത്തില്ല. അത് സിനിമ ഇറങ്ങി അല്ലല്ല, പക്ഷെ ആവുന്നില്ല. പടത്തിൽ സത്യം പറഞ്ഞ അവർക്ക് അത് കുറച്ചും കൂടി അടിപൊളി ഒരു ഇത് വേണം. ആ പാട്ട് ഹിറ്റായി വന്നിട്ട് ആ സിനിമയില് അതൊന്നും എനിക്കറിയില്ല, ഞാൻ നോക്കിയിട്ടൊന്നുമില്ല. എന്നിട്ട് പിന്നെ ഇത് നമ്മള് ബാൻഡിന്റെ ഒരു ഫോർമേഷനിലോട്ട് വന്നപ്പം ഒറിജിനൽസ് ആണെന്ന് പറഞ്ഞപ്പം ഇതിന് സെക്കൻഡ് സ്റ്റാൻസിയും തേർഡ് സ്റ്റാൻസിയും വൈശാഖ് സുഗുണിനെ കൊണ്ട് എഴുതിപ്പിച്ച് അങ്ങനെ അത് പിന്നെയും ട്യൂൺ ചെയ്ത് റീവിസിറ്റ് ചെയ്തിട്ട് അങ്ങനെ ഈ പാട്ടായി മാറി. റോക്ക് പേഴ്സൺ ആണോ റാപ്പ് പേഴ്സൺ ആണോ? റോക്ക് അല്ലേ? അതെ. അതെങ്ങനെ മനസ്സിലായി? മെറ്റാലിക്ക ഫാനാണോ? അതെ ആണ്. എന്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഒക്കെ കണ്ടിട്ടുണ്ടാവല്ലോ. മെറ്റാലിക്ക ഫാനാണ്. മെറ്റാലിക്ക ഫാനാണോ? അടിപൊളി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഒരാൾ ഇരുന്ന് ഇങ്ങനെ പാടുന്നു. ഞാൻ അധികം ഏത് സ്റ്റേഷനും എവിടെ പോയാലും പാട്ട് പാടുന്ന പറഞ്ഞപ്പോ ഞാൻ നത്തിങ് എൽസ് മാറ്റേഴ്സ് ഫസ്റ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മെറ്റാലിക്ക. അടിപൊളി. പിന്നെ റോക്കും മെറ്റൽസ് ഒക്കെ ഇപ്പം ബാൻഡ്ലാൻഡ് എന്ന് പറഞ്ഞൊരു റോക്ക് മ്യൂസിക് ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു ബാംഗ്ലൂർ. അതിനൊക്കെ പോയി. ഫെസ്റ്റിവൽസിന് പോകാൻ വേണ്ടിട്ട് ആക്ച്വലി 2024 തുടങ്ങി. അതുവരെ പോയിട്ടേ ഇല്ല. 2025 കൾച്ചർ വെച്ചൊക്കെ തുടങ്ങി. അതെ, കൾച്ചർ വെച്ച് സ്റ്റാർട്ട് ചെയ്തു. ഇനിയിപ്പോ ലോല ബലൂസ് ഒക്കെ പോകുന്നുണ്ട്. പോകുന്നുണ്ട്. എ.ആർ. റഹ്മാന്റെ കോറസ് ടീമില് സൈനോർ എത്തുന്നു. അവിടുന്ന് എ.ആർ. റഹ്മാന്റെ പാട്ടും പാടുന്നു. ആ ജേർണി ഒന്ന് പറഞ്ഞുതരോ? റഹ്മാൻ സാറിന്റെ കോൾ എനിക്ക് വരുന്നത്, ഞാൻ മറ്റേ മഞ്ഞുപോലൊരു പെൺകുട്ടിയിൽ പാടിയിട്ടുണ്ടായിരുന്നു. അപ്പാണ് ജോർജ് പീറ്റർ മൂപ്പർ അതിൻ്റെ അകത്ത് പാടിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഏതോ ഒരു ഇതേമാതിരി പ്രൊമോഷൻ എന്തോ കണ്ടപ്പോൾ മൂപ്പർ എൻ്റെ അടുത്ത് CD ചോദിച്ചു. ആ സമയം CD ആണല്ലോ. അപ്പം ഞാനും എൻ്റെ ബ്രദറും കൂടി കുറച്ച് സോങ്സ് മറ്റേ എന്താ പറയുക ഹിന്ദുസ്ഥാനി പിന്നെ വെസ്റ്റേൺ അങ്ങനെ കുറേ ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് സോങ്സ് റെക്കോർഡ് ചെയ്ത ഒരു CD ഉണ്ടായിരുന്നു. അപ്പം അത് ചുമ്മാ കൊടുത്ത് പിന്നെ ഒരാഴ്ചനെ കൊണ്ട് എനിക്ക് കോള് വന്ന് ഇങ്ങനെ പോകണം, കോറസ് ടീമിലോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് പോകുന്നത്. അങ്ങനെ 4 വർഷത്തോളം ഞാൻ വർക്ക് ചെയ്തു. 4 വർഷം അല്ലല്ല, ഇതിപ്പോ ലൈവ് ഷോന്റെ കോറസ് സിംഗിങ് ആണ്. പക്ഷെ ഏതൊക്കെയോ സോങ്സിലൊക്കെ പാടിയിട്ടുണ്ട്. പിന്നെ ശിവാജി കൂടാണ്ട് ജാനിത്തൂയ ജാനേന എന്ന് പറഞ്ഞിട്ട് ഹിന്ദിയിലൊരു സോങ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഏതൊക്കെയോ മറ്റേ ഇതിൻ്റെയൊക്കെ ഗുരുവിൻ്റെ ഒക്കെ ഒരു പാട്ടിൻ്റെ കോറൽ പോർഷൻസ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം അവിടെ ഉള്ള സമയത്ത് മൂപ്പർ ഇങ്ങനെ ഓരോന്നോരോന്ന് ചെയ്യിപ്പിക്കുമായിരുന്നു. പിന്നെ അതിരടി ആ പാട്ടിലേക്ക് എത്തുന്ന എങ്ങനെയാ? അതിരടി ഇതേപോലെ ഞാൻ ആ സമയം ചെന്നൈയിലാണ് താമസിക്കുന്നത്. അപ്പം ഇതേമാതിരി പാതിരാത്രി സാമിയണ്ണൻ എന്നെ വിളിച്ചൊരു 12:30-1 മണി സമയത്ത് വിളിച്ചിട്ട് പറഞ്ഞു റെക്കോർഡിങ് ഇറക്കുക. അപ്പം എനിക്കാണെങ്കിൽ ഞാനേ ഞെട്ടി ഇങ്ങനെ പോയി. അപ്പം ഇങ്ങനെ ലിറിസിസ്റ്റിൻ്റെ അസിസ്റ്റൻ്റാണ് ഇങ്ങനെ ലിറിക്സ് ഒക്കെ എഴുതി പറഞ്ഞു തരുന്നതും ഒക്കെ. അപ്പൊ ഈ പാഞ്ചാ സാഞ്ചാക്കുന്നൊക്കെ ചേട്ടപ്പോ എനിക്ക് മനസ്സിലായിട്ടില്ല എന്തത്. അല്ല, എന്റെ വോയിസ് ഓൾറെഡി അറിയാലോ, ഞാൻ ഓൾറെഡി ഉണ്ടല്ലോ കോറസ് ഗ്രൂപ്പിൽ. അപ്പൊ അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടാവണം. അതിന്റെ ഏറ്റവും വലിയ ഫൺ ഫാക്ടർ എന്ന് വെച്ചാൽ ഞാൻ തമിഴ് പാടിയതിനു ശേഷം പിന്നെ എനിക്ക് മലയാളത്തിൽ എന്തോ ഒരു UAE ടൂർ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതിനു വേണ്ടിയിട്ട് നമ്മളെ മലയാളം ആർട്ടിസ്റ്റിലൂടെ ഞാൻ ദോഹയിലുള്ള സമയത്തുണ്ട് സാമിയാണ് പിന്നെയും വിളിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു ഇതിന്റെ തെലുങ്ക് പാടാനുണ്ട്. ഞാൻ പറഞ്ഞു അണ്ണാ ഞാനിവിടെ ദോഹയിലാണ് ഉള്ളത് എന്ന് പറഞ്ഞപ്പോൾ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ഒരു ദിവസം ബ്രേക്ക് ഉണ്ടോയെന്ന് ചോദിച്ചു. ഉണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ ശരി വന്നിട്ട് പാടിയിട്ട് പോകുമെന്ന് പറഞ്ഞു. ഞാനിവിടെ ചെന്നൈയിൽ വന്ന് അതിൻ്റെ തെലുങ്ക് പാടി എന്നിട്ട് എന്നെ തിരിച്ചയച്ചു. അങ്ങനെയായിരുന്നു. അതാണ് ഈ പാട്ടിന്റെ സ്റ്റോറി. അത് ഭയങ്കര എനിക്ക് തന്നെ ഭയങ്കര കോൺഫിഡൻസ് തരുന്നൊരു ഒരു ഇതായിരുന്നു, സ്റ്റോറി ആയിരുന്നു അത് ആക്ച്വലി. റഹ്മാൻ സാർ എന്താ പറഞ്ഞത് ഈ പാട്ട് പാടി കഴിഞ്ഞിട്ട്? റഹ്മാൻ സാറിനെ കാട്ടിയോ മറ്റേ ശങ്കർ സാർ വന്നപ്പോ എനിക്ക് ആദ്യം മനസ്സിലായിട്ടില്ലായിരുന്നു. ഞാൻ അവിടെ തന്നെ ഇരുന്ന് ഏതോ ഒരാള് ഇങ്ങനെ പോകുന്ന വിചാരിച്ചിട്ട് ഞാൻ അവിടെ തന്നെ ഇരുന്ന്. അപ്പൊ പറഞ്ഞ ഈ ലിറിസിസ്റ്റിന്റെ അസിസ്റ്റന്റ് പറഞ്ഞു അയ്യോ ശങ്കർ സാർ വന്നിട്ട് എന്താ എഴുന്നേക്കാത്തേന്ന് വെച്ച്. അവർക്കതൊക്കെ ഭയങ്കര റെസ്പെക്റ്റിന്റെ സീൻ ഉണ്ടല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലായിട്ടില്ല, എനിക്ക് ആരാധന അറിയില്ല. എന്നിട്ട് അപ്പൊ ഞാൻ വെച്ച് തീർന്ന് പാട്ടൊന്നും പാടേണ്ട ആവശ്യമില്ല കൈ. എന്നിട്ട് ഞാൻ സ്റ്റുഡിയോന്റെ ഉള്ളിൽ കയറി പോകുമ്പോൾ റഹ്മാൻ സാറും ശങ്കർ സാറും ഇരുന്ന് സംസാരിച്ചിട്ട് എന്തോ ചിരിക്കുന്നുണ്ട്. ഞാൻ നേരെ കയറി ഞാൻ ശങ്കർ സാർ തോന്നി സാർ എന്നോട് ക്ഷമിക്കണം, എനിക്ക് അറിയില്ലേനു അതുകൊണ്ടാണ് എണീക്കാത്തത്. പാട്ട്
കട്ട് ചെയ്യരുത് അത് പറഞ്ഞുകൊണ്ട് റഹ്മാൻ സാറും ശങ്കർ സാറും ഒരുമിച്ച് കുറെ ചിരിച്ചു. എന്നിട്ട് ശങ്കർ സാറൊന്നും കുഴപ്പമില്ല, എന്റെ മുഖം അങ്ങനെ വലിയ ഫേമസ് ഒന്നും അല്ല, ടെൻഷൻ ആവണ്ട എന്നെ പറഞ്ഞ. അങ്ങനെ തമിഴിലാണോ പറഞ്ഞത്? തമിഴിൽ തന്നെ. അയ്യോ, ഞാൻ മുറി തമിഴൊക്കെ പറയുള്ളൂ, എനിക്ക് അങ്ങനെ തമിഴ് സംസാരിക്കാൻ അറിയില്ല. പിന്നെ പാടി ആയിരുന്നു. എത്ര വലിയ കണ്ണൂരിക്കാരിയാണ് സൈനോറ. ഫുള്ളായിട്ടും കണ്ണൂരാ. എനിക്കിപ്പോഴും ചില ഏരിയാസിൽ ഇപ്പൊ ചില സ്ഥലത്തൊക്കെ പോകുമ്പോ ഈ പഴയ ഒരു കണ്ണൂർക്കാരി ഉള്ളിൽ ഇങ്ങനെ ഒരു നാണമുണ്ട്. ആ സാധനമൊക്കെ ഉണ്ട്. ആക്ച്വലി ഭയങ്കര ഒരു ഇൻഹിബിഷൻസ് ഉള്ള ഒരാളാണ് ബേസിക്കലി. പക്ഷെ എന്റെ ഒരു പേഴ്സോണ കൊണ്ട് അങ്ങനെ ആർക്കും അത് മനസ്സിലാവുന്നില്ല. കണ്ണൂർക്കാരുടെ പ്രത്യേകതകൾ പറയും. നമുക്ക് ഫുഡ് ഭയങ്കര ഇഷ്ടമായിരിക്കും. നമ്മൾ ഏറ്റവും വലിയ ഫുഡ് ക്രിട്ടിക് ആയിരിക്കും. ബിക്കോസ് നമുക്ക് അവിടെ ഏറ്റവും ബെസ്റ്റ് ഇപ്പം സീ ഫുഡ് ആണെന്നുണ്ടെങ്കിലും അതെ, ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള ഫിഷ് കിട്ടും. പിന്നെ ഫുഡ് ഉണ്ടാക്കുന്ന അതൊക്കെ ഉണ്ട്. കണ്ണൂരിലെ കടൽ ഡിഫറെന്റാ. അതിനല്ല അവിടെ ഇപ്പം ഉണ്ടാക്കുന്ന വ്യത്യാസമുണ്ട്. അതിപ്പം ഇപ്പം മുസ്ലിം വീടുകളിൽ പോയാലും ഹിന്ദുക്കളുടെ വീട്ടിൽ പോയാലും ഇപ്പം നല്ല വെജിറ്റേറിയൻ ഫുഡ് കഴിക്കണമെങ്കിൽ അവിടുത്തെ അമ്മമാരുടെ ഫുഡ് കഴിക്കണം. ഇപ്പം എൻ്റെ കോളേജിലും സ്കൂളിലുള്ള അധിക ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ നമ്മൾ ഭക്ഷണം കഴിക്കലുണ്ട്. അപ്പം എനിക്ക് ഹോട്ടൽസിനെക്കാട്ടിയും കൂടുതൽ അവിടുത്തെ വീടുകളിലെ ഫുഡ് ഏറ്റവും ഇഷ്ടം. പിന്നെ മുസ്ലിംസിൻ്റെ കല്യാണത്തിനാണെങ്കിൽ കല്യാണ തലേന്നൊരു ബീഫ് ബിരിയാണി കിട്ടും. അതും അൽസയും കൂടി ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ്. അൽസ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് എന്തൊക്കെയാ അതിൻ്റെ കോമ്പിനേഷൻ എനിക്കറിയില്ല. ഗോതമ്പും ഇറച്ചിയും നെയ്യും ഒക്കെ ഇട്ടിട്ട് ഒരു ഇങ്ങനെ പായസം പോലത്തെ ഒരു സാധനം. അതിൻ്റെ അകത്ത് നെയ്യും പഞ്ചസാരൊക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ, ഇല്ലെങ്കിൽ വെറുതെ ചുമ്മാ മധുരം അല്ല, അതായത് ഗോതമ്പ് ഇറച്ചിയും കൂടിയിട്ടുള്ള ഒരു കഞ്ഞി പോലെ. അതാണ് കണ്ണൂർക്കാർക്ക് അറിയാം. കണ്ണൂർക്കാർക്ക് അൽസ ഭയങ്കരമായിട്ട് അറിയാം. എനിക്ക് അതിന്റെ റെസിപ്പി അത്ര വലിയ വശമില്ല, പക്ഷെ അവിടെ പോകുമ്പോൾ അൽസ കഴിക്കലുണ്ട്. ഭയങ്കര രസമാണ്. ഞാനിത് ഒരു റൗണ്ടിലേക്ക് കിടക്കാൻ പാടാം. ഓരോരുത്തരുടെ പേര് പറയും, അല്ലെങ്കിൽ ഒരു സംഗതി പറയും. അത് കേൾക്കുമ്പോൾ സൈനോറയ്ക്ക് ഏത് പാട്ടാണ് പാടാൻ തോന്നുന്നത് രണ്ടുപേരും പാടിയാൽ മതി. ഓക്കെ, ഗിറ്റാർ എടുക്കാം നമുക്ക്. ഗിറ്റാർ ഞാൻ തപ്പ് കിട്ടാ, അത് കുഴപ്പമില്ല, നമുക്ക് പാട്ട് കിട്ടിയാൽ മതി. ഓക്കെ, ആസ് എ റോക്ക് ഫാൻ സൈനോര നമുക്ക് എന്താണ് പാടിത്തരാൻ പോണത്? I walk a lonely road, the only one that I have ever known. Don't know where it goes, but it's home to me and I walk alone. I walk this empty street on a boulevard of broken dreams. There the city sleeps when I'm the only one and I walk alone. My shadow's the only one that walk beside me. My shallow heart, the only thing that's beating. Sometimes I wish someone out there would find me. Till then I walk alone. സൂപ്പർ. 90s കിഡ്സിന് വേണ്ടിയിട്ടാണ് ഫേവറേറ്റ് സോങ്സ് 90s കിഡ്സിലാണ് ബേസിക്കലി. വിനീത് ശ്രീനിവാസിന് വേണ്ടി അനുരാഗത്തിൻ വേളയിൽ വരമായി വന്നൊരു സന്ധ്യയിൽ മനമേ നീ പാടൂ പ്രേമാർദ്രം. ഞാൻ ഭയങ്കര പ്രേമിക്കുട്ടിയാ. ഞാൻ ഭയങ്കര ശരിക്കും ഭയങ്കര റൊമാൻസ് ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ താലോലിക്കുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് ഈ പാട്ട് ഭയങ്കര ഇഷ്ടം. ഈ പാട്ട് എപ്പോഴും എനിക്ക് ഇപ്പൊ ഷാനുവിന്റെയും കൂടിയാണല്ലോ, ഷാൻ റഹ്മാൻ. അവനും എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്താണ്. ഇപ്പൊ രണ്ടുപേരുടെ ഈ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു സോങ് എപ്പോഴും ഈ പാട്ട് വരുമ്പോൾ ഞാനിങ്ങനെ ഇതേപോലെ തന്നെ അനിയത്തിരി പ്രാവിലെ ഓ പ്രിയ എന്ന പാട്ട് വരുമ്പോൾ ഞാനിങ്ങനെ ഭയങ്കര സൈലന്റ് ആയിട്ട് അതിങ്ങനെ എൻജോയ് ചെയ്തു. ആ ലോകത്തിലേക്ക് പോകില്ല. ആ ലോകത്തിലേക്ക്. സൈനോയുടെ റൊമാൻസ് എന്താണ്? റൊമാൻസ് ഫോർ സൈനോര? എൻ്റെ റൊമാൻസ് ലേറ്റ് നൈറ്റ് ഡ്രൈവ്സ് ആണ്. പിന്നെ
നൈറ്റ് സ്കൈ നോക്കി വെറുതെ ചുമ്മാ കിടക്കുന്നതും പിന്നെ ബീച്ചിൽ പോയി ചുമ്മാ സൺസെറ്റ് കാണുന്നതും എനിക്ക് എല്ലാത്തിലും റൊമാൻസ് ഫീൽ ചെയ്യാറുണ്ട്. എനിക്ക് നേച്ചറിന് എന്ത് കാര്യം ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട്. ആകാശം നോക്കി കിടക്കാറുണ്ടോ? ആകാശം നോക്കി കിടക്കാറുണ്ട്. ഇടയ്ക്ക് ഞാൻ മഴ നനയാറുണ്ട്. മഴ നനയുമ്പോൾ പാടാറുണ്ട്, ആടാറുണ്ട്. ഇതൊക്കെ കാക്കനാടാണോ? ഞാൻ എവിടെ പോയാലും നേച്ചർ എന്ന് പറഞ്ഞാൽ ഞാൻ അതിന് സെപ്പറേറ്റ് ആയിട്ട് ഒരാളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇറ്റ്സ് ഓൾവേസ് ദെയർ. മരമൊക്കെ കണ്ടാൽ മരത്തിന്റെ അവിടെ പോയി വെറുതെ ചുമ്മാ കെട്ടിപ്പിടിക്കും, അവിടെ പോയിരിക്കും. അടുത്ത പാട്ട് സുഷിൻ ശ്യാമിന്. അയ്യോ, സുഷിനും ഞാനും ആക്ച്വലി ചെറുപ്പത്തിൽ ഇപ്പം മമ്മിൻ്റെ ഡാഡിൻ്റെ വെഡിങ് ആനിവേഴ്സറിക്കൊക്കെ അവൻ എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. നമ്മൾ മറ്റേ വീഡിയോ ചെയ്യാനും ഒക്കെ. ലൈക്ക് ചെറുപ്പം മുതൽ ഡാഡിൻ്റെ ഫ്രണ്ടിൻ്റെ മോനാണ്. അപ്പം ഐ എം വെരി പ്രൗഡ് ഓഫ് ഹിം. വാട്ട് ഹാസ് ഹി ബിക്കം. ഇപ്പം അവരുടെ ബാൻഡ് ഉണ്ടല്ലോ, TDTയുടെ പുതിയൊരു ആൽബം ഇറങ്ങാൻ പോവാ. അപ്പം ഭയങ്കര ടാലൻറ്റഡ്. പണ്ട് മുതലേ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്. അപ്പം അവനെ വേണ്ടിയിട്ടൊരു ഡേ. ചെരാതുകൾ തോറും നിൻ തീയോർമയാ തരാതെ പോ ചാരുവാമുമ്മകളാ ചുഴറുന്നൊരി കുറ്റാകൂരിരുൾ കഴിയോളം ഞാനേറിയാ മകനേ ഞാനുണ്ടരികത്തൊരു കാണ കണ്ണോട്ടമാ മകനേ ഞാനുണ്ടരികത്തൊരു കാവൽ മാലാഖയാ. അതെ, എന്റെ വേർഷൻ. എല്ലാ പാട്ടും എന്റെ ഇതിൽ കൂടെ ഒരു എന്റെ വേർഷനായി മാറാറ്. SN കോളേജ് കണ്ണൂർ. SN കോളേജ് കണ്ണൂരിൽ എനിക്ക് തോന്നുന്നു അവിടുത്തെ എല്ലാവർക്കും ഞാൻ പാടുന്ന ഒരേ ഒരു പാട്ട് എല്ലാവർക്കും അറിയാം. പാടി വിറപ്പിച്ചിട്ടൊരു പാട്ട് ഏതാണെന്നറിയോ? ഹാരിസ് ജയരാജിന് വസീകര. അത് ആ സമയം ഇറങ്ങിയത് കേട്ടോ. ഞാൻ അധികം സ്റ്റേജ് ഷോനും പാടുന്ന പാട്ടാ. പക്ഷെ എന്റെ കോഴ്സ് എനിക്ക് അറിയാമെന്നറിയില്ല. SN കോളേജിലെ പഴയ ടീംസ് ഒക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ പാവങ്ങള് വീണ്ടും ഒരു പ്രാവശ്യം കൂടി നിർത്തിയിട്ടില്ല. വസീകര എന്നെഞ്ചിനിക്ക് ഉൻ പൊന്മടിയിൽ തൂങ്ങിനാൽ പോതുമതേ കണം என் கண்ணுறங்கா முன்ஜென்மங்களின் ஏகங்கள் தீரும் நான் நேசிப்பதும் சுவாசிப்பதும் உந்தய வாழ்தானே ஏங்குகிறேன் தேங்குகிறேன் உன் நினைவால் நானே நான். സൂപ്പർ, താങ്ക് യു. ആ റൗണ്ട് അങ്ങനെ അവസാനിപ്പിക്കുകയാണ്. ബാരോസിൽ ഡബ് ചെയ്തിട്ടുണ്ട് 2 ക്യാരക്ടേഴ്സിന്. ജോഷുവ ഡിഗാമെ ഡബിങ് ആർട്ടിസ്റ്റും കൂടിയാണ് സൈനർ. എങ്ങനെയാണ് ബാരോസിലേക്ക് ഡബിങ് സ്റ്റോറി? എന്താണ് ബാരോസിന്റെ? ബാരോസിൽ ആക്ച്വലി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചതാ. പിന്നെ അതിൻ്റെ അകത്ത് അങ്ങനെ ഒരു ക്യാരക്ടറാണ്. അപ്പം ഒരാൾക്ക് എങ്ങനെ എൻ്റെ വോയിസ് സൂട്ടാവാന്നുള്ളത് അറിയില്ല. TK രാജു സാറാണ് വിളിച്ചത്. അങ്ങനെ പോയി ചെക്ക് ചെയ്ത് നോക്കി. എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല ഇത് കൺഫേം ആയിട്ടുണ്ട് എന്നൊന്നും. എന്നെ പിന്നെ മൃദുലൊക്കെ വിളിച്ച് പറഞ്ഞു. മൃദു എൻ്റെ അടുത്ത് പറഞ്ഞു, സായിച്ചി അടിപൊളിയായിട്ടുണ്ട് ബാറോസ്. ഞാൻ ബാറോസോ? അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഓക്കെ എന്റെ വോയിസ് എടുത്തിട്ടുണ്ട് എന്നുള്ളത്. ഞാൻ ഇങ്ങനെ പരിപാടി ചെയ്തിട്ടുണ്ട്. കുറെ മുമ്പായിരുന്നു അത്. ആക്ച്വലി 1 year ആയിട്ടുണ്ടാവും. ഞാൻ ചെറിയ പോർഷൻ കണ്ടു. ഞാൻ ആ ക്യാരക്ടറിന് വേണ്ടിയിട്ട് വോയിസ് ഒന്ന് മോഡ്യുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് ചെറുങ്ങനെ ഒന്ന് മാറ്റി ആ ഫേസിനനുസരിച്ചിട്ട് എങ്ങനെ എന്റെ വോയിസ് പ്രസന്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ കുറച്ച് എക്സ്പെരിമെന്റ് ചെയ്തിട്ടൊക്കെയാണ് ചെയ്തത്. എങ്ങനെയാണ് കമ്പോസർ സൈനോറ? എങ്ങനെയാണ് കമ്പോസർ സൈനോറ?
കമ്പോസ് ചെയ്യുന്നത് എപ്പോഴും രാത്രിയായിരിക്കും. ഏറമാനെ പോലെയാണ്. അതെ, കുറച്ച് ഗുരുവിൻ്റെ അടുത്തുള്ള ഒരു ടച്ച് ഉണ്ട് എനിക്ക്. ആക്ച്വലി എപ്പോഴും ഞാൻ കമ്പോസ് ചെയ്യുന്ന ടൈം മിക്കവാറും ഒരു 12-ന് ശേഷവും ഒരു 4-5-ന്റെ ഉള്ളിലുള്ള ടൈമിനാണ് എനിക്ക് എപ്പോഴും സൈലന്റ് ആയിട്ടിരിക്കുന്ന ഒരു ടൈം. കുട്ടമ്പിളിയുടെ സമയത്ത് അൻവർഖാന്റെ കൂടെ ഒരു സെഷൻ ആക്ച്വലി ജോൺ പ്ലാൻ ചെയ്ത് നമ്മൾ ഇരിക്കുകയൊക്കെ ചെയ്ത്, പക്ഷെ എനിക്ക് പറ്റുന്നുണ്ടായിട്ടില്ല. പിന്നെ എനിക്ക് അപ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കണം എന്നുള്ളൊരു ഫീലിംഗ് ആണ്. ഞാൻ എന്നിട്ട് പിന്നെ ഞാൻ അൻവർഖാൻ്റെ അടുത്ത് പറഞ്ഞു, അൻവർക്ക് എനിക്ക് എൻ്റെ ഈ ക്രിയേറ്റീവ് പ്രോസസ്സ് ഇങ്ങനെ എനിക്ക് വർക്ക്ഔട്ട് ആവുമെന്ന് എനിക്ക് അറിയില്ല, നിങ്ങൾ എനിക്ക് അയച്ചു തന്നാൽ മതി, ഞാനത് ചെയ്തിട്ട് തിരിച്ചയക്കാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയായിരുന്നു. അങ്ങനെ ഒരു ക്രിയേറ്റീവ് പ്രോസസ്സ് എപ്പോഴും ഒരുമിച്ചിരിക്കുമ്പം ഞാൻ ഇതുവരെ ട്രൈ ഔട്ട് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് എപ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് കമ്പോസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ലിറിക്സോട് കൂടിയിട്ടാണ് ട്യൂൺ വരാറ്. അപ്പം അങ്ങനെ ഞാൻ എഴുതിയ ലിറിക്സാണ് ഇപ്പം ശിവനെ എന്ന് പറഞ്ഞ പാട്ട്. ആക്ച്വലി ഞാൻ എഴുതിയ ലിറിക്സ് കമ്പോസ് ചെയ്ത സമയത്ത് വെറുതെ ഗിബറിഷായിട്ട് എഴുതിയതായിരുന്നു. അങ്ങനെ അത് ഫൈനലൈസ് ചെയ്യുന്നതൊക്കെ. പിന്നെ അതേപോലെ തന്നെ ആഹേല തണ്ടൊടിഞ്ഞ താമര ഞാൻ ചുമ്മാ എഴുതി വെച്ചതായിരുന്നു. അപ്പം അത് പിന്നെ അത് ഒറിജിനലായി അങ്ങനെ തന്നെ. കവിത എഴുത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെ റാഫിക്ക് പറയാ? മറ്റേ ഫ്രോഗ് ഫ്രോഗിനെക്കാട്ടി മുമ്പ് ഞാൻ പാനൂർ വിതുമ്പുന്നു പറഞ്ഞിട്ടൊരു കവിതയാണ് ശരിക്കും പറഞ്ഞാൽ എഴുതിയത്. അതിനുശേഷമാണ് ഫ്രോഗ് ഓതവള എഴുതുന്നത്. പാനൂർ വിതുമ്പുന്നു ഈ പറഞ്ഞ മാതിരി കോളേജ് മാഗസിനിലും കണ്ട് പ്രിന്റ് ചെയ്ത് വന്നിട്ടുണ്ട്. പിന്നെ പ്രിന്റ് ഒക്കെ ചെയ്ത് വന്ന്. അപ്പൊ എന്റെ ഫ്രണ്ട്സൊക്കെ എന്നെ, ഞാൻ വെറുതെ ചാറടിച്ച് നടക്കുന്ന ഒരു ചങ്ങായിയാണല്ലോ ബേസിക്കലി. അപ്പൊ എല്ലാവരും എടേ നിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഇത്രയും ഭയങ്കര ഡെപ്ത് ഉണ്ട്, നമ്മളറിഞ്ഞിട്ടില്ലല്ലോടാ എന്നൊക്കെ പറയും. 2 വരി ഓർമ്മയുണ്ടോ? പാനൂർ വിതുമ്പുന്നു ഇന്നലെകൾ അറിയാതെ വർത്തമാനങ്ങളെ പഴിച്ച് ഭൂതഭാവിയിൽ അലയടിച്ചുവരും മരണത്തിൻ തണുത്ത ഗന്ധത്തെ ഭയന്ന്. അങ്ങനെ എന്തൊക്കെയായിരുന്നു, മറന്നേ. ലിറിക്സ് എഴുതുന്നത് എങ്ങനെയാ? അങ്ങനെ പറഞ്ഞ കുറെ ആലോചിച്ച ഇല്ലില്ല. ലിറിക്സ് എനിക്ക് ട്യൂണ് വരുന്നതിനൊപ്പം തന്നെ എനിക്ക് ലിറിക്സും വരും. ട്യൂണും ലിറിക്സും ഒരുമിച്ചിട്ടാണ് വരാറ്. ട്യൂണ് സെപ്പറേറ്റ്, ലിറിക്സ് സെപ്പറേറ്റ് വരാറുള്ളൂ. ഏറമൻ സാർ എന്താ രാത്രി കമ്പോസ് ചെയ്യുന്നത്? ഗുരു എനിക്ക് തോന്നുന്നു ഓരോരുത്തർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈമിംഗ് ആണ്. പിന്നെ എനിക്ക് തോന്നുന്നത് ഈ 3 to 6 ആണല്ലോ ഏറ്റവും ക്രിയേറ്റീവ് ആയിട്ടുള്ള ഇത് കൊടുക്കുന്ന ടൈം എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഉറങ്ങുന്നത് പകല്. ഞാനൊക്കെ സത്യം പറഞ്ഞാൽ അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ പിന്നെ ജനമ സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങിയപ്പോൾ പിന്നെ രാവിലെ എന്തായാലും 6:30 എണീക്കാണ്ട് നിവൃത്തിയില്ല. അപ്പൊ അതുകൊണ്ട് പിന്നെ മെല്ലെ ആ സ്ലീപ്പ് ഷെഡ്യൂൾ ഒന്ന് മാറ്റി രാത്രി ഇരുന്ന് ഫുൾ കമ്പോസിങ്ങും രാത്രി. അപ്പം ഇപ്പം കമ്പോസ് ചെയ്യേണ്ട സമയത്ത് ഞാൻ മമ്മിയുടെ അടുത്ത് പറയും, മമ്മി കുറച്ച് ദിവസം ടേക്കപ്പ് ചെയ്യും, കാരണം എനിക്ക് രാത്രി ഉറങ്ങി പിന്നെ 6 മണി വരെ വർക്ക് ചെയ്തിട്ട് പിന്നെ എനിക്ക് ഇതെടുക്കാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഞാൻ മാക്സിമം ചെയ്യലുണ്ട്. മാക്സിമം എല്ലാ എഡ്ജും എത്തണമല്ലോ, എല്ലാ എൻഡും എത്തണമല്ലോ. പ്രൊഡക്ഷൻ പഠിച്ചുകൊണ്ട് ഇനിയിപ്പോൾ കൂടുതൽ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇതൊക്കെ നമ്മൾ സൈനോരന്ന് കേൾക്കുമോ? എനിക്കറിയില്ല, എന്താണോ വരുന്നത് അത് ഞാൻ വളരെ സന്തോഷപൂർവ്വം ഞാൻ ചെയ്യാൻ ശ്രമിക്കും, അത്രേ ഉള്ളൂ. ഒരു പാട്ട് ഡൗട്ട് തോന്നിയ പാട്ട് സൈനോരയ്ക്ക് എടുക്കണോ വേണ്ടെന്ന് സംശയിച്ചെടുത്ത പാട്ട്? കമ്പോസിംഗ് ആണോ പാട്ടാണോ? ഏതും ആവാം. ദൈവമേ, എന്റെ തന്നെ എനിക്കെന്നെ ഇട്ട് വെച്ചല്ലേ. എനിക്ക് ആക്ച്വലി മറ്റേ മനോഹരിയിൽ ഞാൻ ബാഹുബലിയിൽ സോങ് ഉണ്ടല്ലോ, അത് ആക്ച്വലി എനിക്ക് ഭയങ്കര വയ്യാണ്ടാണ് ആക്ച്വലി ഞാൻ പാടിയത്. അപ്പം ഞാൻ എൻ്റെ ഇപ്പോഴത്തെ ഒരു സൗണ്ട് വെച്ചിട്ടാണ് പാടിയതെങ്കിൽ കംപ്ലീറ്റ്ലി ഒരു ഡിഫറെൻറ്റ് ഫീൽ ആയെന്ന് എനിക്ക് എപ്പോഴും തോന്നി. പക്ഷെ ആണ്, പക്ഷെ നമുക്കിപ്പോ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ മുറിക്കുമല്ലോ സെക്കൻഡ് സാർസ ഈ പോർഷൻ ഇങ്ങനെ. അപ്പൊ എനിക്കെപ്പോഴും ആ പാട്ട് കേൾക്കുമ്പോൾ ഷെടാ എൻ്റെ വോയിസ് നല്ലതായാൽ മതിയായിരുന്നു എന്ന് എപ്പോൾ എനിക്ക് തോന്നും. പക്ഷെ ഞാൻ ആ ഒരു എന്താണോ എൻ്റെ ത്രോട്ടിൻ്റെ ഒരു അവസ്ഥ അത് വെച്ച് ഞാൻ എൻ്റെ മാക്സിമം നന്നാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നേ ഞാൻ പറയുള്ളൂ. ഒരു പടം സൈനോര എടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? സൈനോര ഒരു ക്യാരക്ടർ ആക്കണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യണ്ടേ? ഒന്നും ചെയ്യാനില്ല. അല്ല, എനിക്ക് എന്തായാലും എനിക്കത് എൻ്റെ ലൈഫിൽ ഒരു എക്സ്പീരിയൻസ് ആയി മാറുന്ന ഒരു പാർട്ടാണ്. അപ്പോൾ അതെന്തും ഞാൻ വളരെ സ്നേഹത്തോടെയും വളരെ ഹാപ്പിയോടും കൂടിയിട്ട് ഞാനത് ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡും വെച്ചിട്ട് അങ്ങനത്തെ ഒക്കെ ആക്ഷൻ സാധനങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. ഞാൻ കളറിങ് കിക്ക് ബോക്സിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. ഇപ്പോൾ പഠിക്കുന്നുണ്ട്. കളറിങ് ഞാൻ കുറച്ചാലും പഠിച്ചു. കണ്ണൂർ പോകുന്ന സമയത്ത് ഞാനത് എപ്പോഴും അവിടെ പോയിട്ട് ചെയ്യാറുണ്ട്. കളരി നമുക്ക് ഏത് പ്രായത്തിലും പഠിക്കാൻ പറ്റും. കളരി 3 പ്രാവശ്യം പറ. ഏത് പ്രായത്തിലും പഠിക്കാൻ പറ്റുമോ? പിന്നെന്താ, ഞാൻ ഇപ്പൊ അല്ലേ പഠിക്കാൻ തുടങ്ങിയത്. ഞാൻ ഇപ്പൊ 2021 ജോയിൻ. ഗുരുക്കള് അവിടുത്തെ ഗണേശൻ എന്ന് പറഞ്ഞിട്ട് ഗണേശൻ മാഷ്, അവിടെ കളരിക്ക് ഒരു ഗുരു മതി എന്നുള്ളൊരു കോൺസെപ്റ്റാണ് എനിക്ക്. അപ്പൊ കണ്ണൂർ പോകുമ്പോൾ ഞാൻ കളരി ചെയ്യും, ഇവിടെ വരുമ്പോൾ കിക്ക് ബോക്സിങ് ചെയ്യും.
ഓ അപ്പം ചുരുക്കി പറഞ്ഞ എടുത്ത് മലത്തി അടിക്കാനുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട്. സത്യത്തിൽ അതല്ല, കിക്ക് ബോക്സിങ്ങിന്റെ ആണെങ്കിലും കളറിന്റെ ആണെങ്കിലും അതൊരു ഡിഫൻസ് ഡിഫെൻസീവ് ആയിട്ടാണ്. പിന്നെ എനിക്കെപ്പം തോന്നിയിട്ടുള്ളത് നമ്മളുടെ ഉള്ളിൽ എപ്പോഴും എല്ലാവർക്കും ഒരു ഇന്നർ റേജ് ഉണ്ടാവും. ആ റേജ് നമ്മളതിനെ അക്നോളജ് ചെയ്തിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് മിക്കവാറും ആളുകളിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ സർക്കംസ്റ്റാൻസസിലേക്കോ അതിങ്ങനെ ലീക്ക് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ എനർജി മൊത്തമായിട്ട് എടുത്തിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു മാർഷൽ ആർട്ട് പഠിക്കാൻ നിന്നാൽ ആ എനർജി അവിടെ തീർന്നാൽ നമ്മൾ കുറച്ചുകൂടി പീസ്ഫുൾ ആവുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് മാർഷൽ ആർട്ട് വിടാത്ത. എങ്ങനെ പോണു കളരി പഠിത്തം? കളരി ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ ബ്രേക്ക് ചെയ്തിട്ടുള്ളത്. കണ്ണൂരില്ല ഇപ്പം അധികം, കൊച്ചി തന്നെയാണ് നിൽക്കുന്നത്. എവിടം വരെ എത്തി? അടവുകളൊക്കെ കുറച്ച് എത്തിയിട്ടുള്ളൂ. പക്ഷെ എനിക്ക് ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും കണ്ണൂർ ഇപ്പോൾ ഒരാഴ്ചയിൽ കൂടുതലൊക്കെ ഞാൻ താമസിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് രാവിലെ ഒരു 5:30 മണിക്ക് വണ്ടി എടുത്തിട്ട് അവിടെ പോകും. കളരിയിൽ പോയിട്ട് ചാടി അവിടെ മാഷിനും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഗണേശേട്ടനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ വരുന്നത്. അപ്പോൾ എനിക്കതൊരു ഭയങ്കര ഒരു ഡിഫറെന്റ് അറ്റ്മോസ്ഫിയർ ആണ്. കളരി പഠിക്കാൻ ടഫാണോ എന്ന് ചോദിച്ചാൽ അതിനോട് ഭയങ്കര പാഷനുള്ളത് കൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ടഫായിട്ട് തോന്നിയിട്ടില്ല. യോഗയും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് ഫ്ലെക്സിബിൾ ആണ് ബേസിക്കലി ബോഡി. പക്ഷെ കളരി ഒക്കെ പഠിക്കണം, എല്ലാവരും ഇത് പഠിക്കണം എന്ന് എനിക്ക് എപ്പോഴും തോന്നുന്നുണ്ട്, പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ. ഓപ്ഷൻസ് കുറവാന്ന് തോന്നുന്നു കളരി പഠിക്കാൻ. കളരി പഠിക്കാനുള്ള ഓപ്ഷൻസ് എന്നല്ല, അതിന് ഇതേമാതിരി രാവിലെ എണീച്ചിട്ട് പോയാലും ഒക്കെ ആകുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ട്. ഗുരുക്കന്മാര് കുറവാണോ എനിക്കറിയില്ല, ഉണ്ടല്ലോ ഇഷ്ടം പോലെ. അതെയാ എനിക്കറിയില്ല കേട്ടോ. കണ്ണൂർ പോലല്ല. ഗണേശേട്ടൻ്റെ അടുത്ത് ഇവിടെ ഒരു സെന്റർ തുടങ്ങാൻ പറയാം. അതെ, അല്ലെങ്കിൽ സൈനോരെ പഠിച്ചിട്ടൊരു സെന്റർ തുടങ്ങിയാലും. അല്ലോ അത്രയല്ലോ വേണം. ആക്ടിങ് ആസ്പിറേഷൻസ് എന്താണ് സൈനോരുടെ? ആസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ആക്ടിങ്ങിലെ ആഗ്രഹങ്ങൾ. അങ്ങനെ ഭയങ്കരമായിട്ട് ആക്ടിങ്ങിനെ കുറിച്ച് ചോദിക്കണം എന്ന് പറഞ്ഞിട്ട് ആഗ്രഹം ഇല്ലാന്ന് പറഞ്ഞ പിന്നെ എങ്ങനെയാ? ഇല്ലപ്പാ, അങ്ങനെ ഞാൻ പറഞ്ഞ മാതിരി എനിക്ക് ഈ കളറി എനിക്ക് ബോക്സിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സാധനം ചെയ്യാൻ ആഗ്രഹമുണ്ട്. പക്ഷെ അങ്ങനെ ഭയങ്കര ഇൻവെസ്റ്റിഗേഷൻ അങ്ങനത്തെ എന്തെങ്കിലും ത്രില്ലറോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഇഷ്ടമാണ്. അതല്ലാണ്ട് പക്ഷെ എനിക്ക് റൊമാൻറ്റിക് സാധനം ആക്ച്വലി ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പം ഞാനൊരു റൊമാൻറ്റിക് ഹോപ്പ്ലെസ് റൊമാൻറ്റിക് എന്നുള്ള നിലയിൽ ഞാൻ കണ്ണാടിന് മുന്നിൽ നിന്നൊക്കെ നോക്കാറുണ്ട്. പക്ഷെ ആ ഒരു സാധനം പറയാൻ ബേസിക്കലി ആർക്കും അറിയില്ല. റൊമാൻറ്റിക് അതവിടെ കിടക്കട്ടെ, അത് എന്റെ മാത്രം സ്വകാര്യ അഹങ്കാരവും സ്വത്തൊക്കെ ആയിട്ട് അവിടെ ഇരിക്കട്ടെ. പാട്ടും അഭിനയം ഡബിങ്ങും ലൈവ് ഷോസും ലൈവ് ഷോസ് പക്ഷെ കണ്ടിന്യൂസ്ലി അങ്ങനെ പോകുന്നുണ്ട്. കമ്പോസിങ്ങും എല്ലാം നിറഞ്ഞേക്കട്ടെ. കമ്പോസിംഗ് ആണ് ഇനി. മ്യൂസിക് പ്രൊഡക്ഷനും പ്രൊഡക്ഷൻ ചെയ്യണം. അതെ അതെ. താങ്ക് യു സൈനോര. താങ്ക് യു. ഗിറ്റാറുമായിട്ട് വന്നിട്ട് നമുക്കൊരു മ്യൂസിക്കൽ സ്റ്റാർ ജാം. അച്ചോ, താങ്ക് യു സോ മച്ച്. താങ്ക് യു.